ശ്രീ ആർ വി ബാബു, ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം, അത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നാണ്. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി തെറ്റായിപ്പോയി, അതാണ് ജനകീയമായ അഭിപ്രായം, അത് കോടതിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് പുനഃപരിശോധനാ ഹർജി പോലും ഇങ്ങനെ പെൻഡിങ്ങിൽ വച്ചിരിക്കുന്നത്. എന്താണ് ആ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോ അത് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വൈകി വന്ന വിവേകത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായത്. വൈകി വന്ന ബോധോദയമാണ്. അതായത് ആത്മാർത്ഥമാണോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ഇവർക്ക് പലപ്പോഴും ഇവർ ഈ ഇത്തരം അഭിപ്രായങ്ങൾ മാറ്റി പറയുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ എം വി ഗോവിന്ദൻ യുവതീ പ്രവേശം കഴിഞ്ഞ അധ്യായമാണ് എന്ന് ഒരിക്കൽ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ അടഞ്ഞ അധ്യായമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ആശയക്കുഴപ്പത്തിലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്താണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന ഒരു ആശയക്കുഴപ്പമാണ്. ആ ആശയക്കുഴപ്പമാണ് ഈ ശബരിമല വിഷയത്തിലും അതേപോലെ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഈ ആശയക്കുഴപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് നിലപാടെടുക്കണം ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് ഇപ്പോഴും അവർക്ക് വ്യക്തമല്ല. കാരണം അവരുടെ ആശയം കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം നിരീശ്വരവാദപരമാണ്. അത് വിശ്വാസികളെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പക്ഷെ ഈ ദ്വന്ദ്ം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന ആ അഭിപ്രായം ചിരകാലം അത് നിലനിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ആത്മാർത്ഥമാണ് പറഞ്ഞതെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ആ തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറാവണം. പരസ്യമായി അത് പറയുക. പാർട്ടി അത് പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പാർട്ടിയുടെ നിലപാടാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് യുവതീ പ്രവേശന കാര്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായില്ല. മുൻ ദേവസ്വം മന്ത്രിയാണ് ഈ ഉത്തരവ് തെറ്റായി പോയി എന്ന് പറയുന്നത്. ഇതൊരു ആലോചനയുടെ ഭാഗമായി വരുന്ന പ്രതികരണമായി കാണേണ്ടതുണ്ടോ, അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു എന്ന് കണ്ടാൽ മതിയോ? അല്ല, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മതി. ഇപ്പൊ ഇക്കാര്യത്തിൽ ജി സുധാകരനും ഒരുപോലെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. മുൻ ദേവസ്വം മന്ത്രിമാർക്കൊക്കെ ഇത്തരം കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലകൊണ്ട ആളുകൾക്കൊക്കെ ഈ ക്ഷേത്രം എങ്ങനെ നടക്കണമെന്ന് കുറച്ചൊക്കെ പിടികിട്ടും. എങ്ങനെയാണ് ക്ഷേത്രങ്ങളുടെ ഓരോ നീതികൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിടികിട്ടും. അപ്പൊ അവര് ഈ പുറത്തു നിന്ന് അഭിപ്രായം പറയുന്ന പോലെ എല്ലാം അകത്ത് കയറുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളിലൊക്കെ ഈ ക്ഷേത്രങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സ്വാധീനിക്കും. അപ്പോ കടകംപള്ളി സുരേന്ദ്രൻ ഏറെക്കാലം ദേവസ്വം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കുറേയൊക്കെ അറിയാം ക്ഷേത്രങ്ങൾ എങ്ങനെ നടക്കുന്നു, അവിടുത്തെ വിശ്വാസങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ്, അത് ഒരു പ്രത്യേക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ. അത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ അദ്ദേഹം പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. കാരണം അദ്ദേഹം ഒരിക്കൽ പുലിവാല പിടിച്ചതാണ്. ഗുരുവായൂര് ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണനെ തൊഴുതു, ശ്രീകൃഷ്ണനെ കുറിച്ച് ഒക്കത്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും ഈ കാര്യത്തിൽ താക്കീത് കിട്ടുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഇനി പാർട്ടിയോട് ഏറാൻ മൂളേണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.